മറുപടി മലയാളത്തിൽ വേണമെന്ന് ജോൺ ബ്രിട്ടാസ്. പതിവ് രീതി തെറ്റിച്ച് അമിത്ഷാ. കേരളത്തിലും തമിഴ്നാട്ടിലും വേരുറപ്പിക്കണം. ബീഹാർ കീഴടക്കി. ഇനി ലക്ഷ്യം ഗംഗ ഒഴുകിയെത്തുന്ന ബംഗാൾ. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. ബംഗാളിനൊപ്പം കേരളവും തമിഴ്നാടും പിടിക്കാനും BJP ലക്ഷ്യമിടുന്നു. ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട് ഭരിക്കുന്നത്. ഇവിടെ തമിഴ് വികാരമാണ് ജനവിധിയെ സ്വാധീനിക്കുക. BJPയെ ഹിന്ദി പാർട്ടിയായി അകറ്റുകയാണ് തമിഴ്നാട്ടിലെ DMK. ഇതിനെ മറികടക്കണം. ഇതിനൊപ്പം കേരളത്തിലും ജയിക്കുന്നില്ലെന്ന പേരുദോഷം മാറ്റണം. ഇതിന് BJP നീക്കം തുടങ്ങുകയാണ്. ബംഗാളിന് ഗംഗയെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിന് ഭാഷയാണ് BJPയുടെ തന്ത്രം. പ്രാദേശിക ഭാഷയ്ക്കായുള്ള ദക്ഷിണേന്ത്യൻ MPമാരും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള തർക്കത്തിൽ വഴിത്തിരിവ് വരികയാണ്. ജോൺ ബ്രിട്ടാസ് MPക്ക് മലയാളത്തിൽ മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ രീതിക്ക് തുടക്കമിട്ടു. MPമാരുടെ കത്തിന് ഹിന്ദിയിലെ മറുപടി നൽകൂ എന്ന ചില മന്ത്രിമാരുടെ രീതിക്ക് അതൊരു മാറ്റവുമായി. മോദി സർക്കാരിൽ പല മന്ത്രിമാരും ഹിന്ദിയിൽ മാത്രം മറുപടി കത്തുകൾ അയക്കുന്നത് ദക്ഷിണേന്ത്യയിലെ MPമാരുടെ വിമർശനത്തിന് കാരണമായിരുന്നു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണിതെന്ന ആരോപണം ഉയർന്നു. ഈ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ മലയാളത്തിലുള്ള മറുപടി. ഇതുവരെ MPമാരുടെ കത്തിന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറുപടി നൽകുന്ന രീതിയാണ് അമിത്ഷാ പിന്തുടർന്നത്. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 22-ന് ബ്രിട്ടാസ് അയച്ച കത്തിന് മറുപടിയായാണ് നവംബർ 14-ന് അമിത്ഷാ ബ്രിട്ടാസിന് കത്തയച്ചത്. അയച്ച കത്ത് കിട്ടി എന്ന് തുടങ്ങുന്ന കത്ത് താങ്കളുടെ അമിത്ഷാ എന്നെഴുതി ഒപ്പിട്ടാണ് അവസാനിപ്പിച്ചത്. നേരത്തെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടു ഹിന്ദിയിൽ നൽകിയ കത്തിന് മലയാളത്തിൽ മറുപടി അയച്ച് ജോൺ ബ്രിട്ടാസ് പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. 1990-ൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവിന് ഹിന്ദിയിൽ അയച്ച കത്തിന് കേരള മുഖ്യമന്ത്രിയായിരുന്ന EK നയനാർ മലയാളത്തിൽ മറുപടി അയച്ച സംഭവം ഉണ്ടായിരുന്നു. ഇതേ രീതിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രാദേശിക ഭാഷകളിൽ മറുപടി നൽകും. തമിഴിൽ കൂടുതലായി മറുപടി എത്തും. ഇതിലൂടെ തമിഴ് വികാരത്തെ BJPക്ക് അനുകൂലമായി മാറുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം മിക്കതും BJPക്കായിരുന്നു. ഒഡീഷ, ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവയ്ക്ക് ശേഷം തമിഴ്നാടും പശ്ചിമ ബംഗാളും പിടിക്കാൻ ഒരുങ്ങുകയാണ് BJP. രണ്ട് സംസ്ഥാനത്തും അടുത്ത വർഷം BJP അധികാരത്തിലെത്തുമെന്ന് അമിത്ഷാ മധുരയിൽ പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലെത്തിയപ്പോഴായിരുന്നു ഇത്. അടുത്ത വർഷം തമിഴ്നാട്ടിലും ബംഗാളിലും BJP അധികാരം പിടിക്കും. ജനവികാരം മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കും. തമിഴ് ജനത DMK സർക്കാരിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൂത്തെറിയും. പ്രകടന പത്രികയിൽ പറഞ്ഞ 60% വാഗ്ദാനങ്ങളും സ്റ്റാലിൻ സർക്കാർ പാലിച്ചില്ല. എത്ര പാലിച്ചുവെന്ന് ജനങ്ങളോട് പറയാൻ സ്റ്റാലിന് ധൈര്യമുണ്ടോ എന്നും അമിത്ഷാ വെല്ലുവിളിച്ചു. തനിക്ക് തമിഴ് സംസാരിക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് തമിഴെന്നും അമിത്ഷാ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് DMK. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പല നയങ്ങളും തമിഴ്നാട്ടുകാർക്ക് എതിരാണ് എന്നാണ് DMKയുടെ പ്രചാരണം. BJPക്ക് വേരോട്ടം വളരെ കുറവുള്ള സംസ്ഥാനങ്ങളൊന്നാണിത്. ADMK കൂടെ നിർത്തി ഭരണം പിടിക്കാനാണ് BJP തന്ത്രം.